ലോകത്തിലെ ഏറ്റവും മോശമായ മതസ്വാതന്ത്ര്യ ലംഘകരുടെ പട്ടികയിൽ ഇന്ത്യ ഗവൺമെന്റിനെ ഉൾപ്പെടുത്താൻ അമേരിക്കൻ മതസ്വാതന്ത്ര്യ നിരീക്ഷണ വിഭാഗം ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് വേണ്ടി വാദിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളിൽ ആശങ്കാകുലരാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, അഭിഭാഷകർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ നിശബ്ദരാക്കാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമീപകാല ശ്രമങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നും USCIRF വ്യക്തമാക്കി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് ദിവസങ്ങൾ ശേഷിക്കെ തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിലെ മോണ്ടെവിഡിയോ അതിരൂപത മെത്രാപ്പൊലീത്ത കർദിനാൾ ഡാനിയേൽ സ്റ്റുള്ള സ്റ്റാന്റിയാഗോ തടവ് പുള്ളികൾക്കായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. വാക്യൂസ് ജയിലിനുള്ളിൽ തടവ് പുള്ളികൾ തന്നെ നിർമ്മിച്ച പ്രത്യേക കേന്ദ്രത്തിൽ അർപ്പിച്ച കുർബാനയിൽ അന്തേവാസികളായ 90 പേരും പങ്കെടുത്തു. ജയിലുകളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്ന പെനിറ്റൻഷ്യറി പാസ്റ്ററൽ അംഗങ്ങളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. വിശുദ്ധ കുർബാന മധ്യേ ക്രിസ്തുവിൻ്റെ വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ പ്രസംഗത്തിൽ ക്രിസ്തുമസിന് പിന്നിലെ ആത്മീയ രഹസ്യം കർദിനാൾ സ്റ്റുള്ളോ വിവരിച്ചു. വിശുദ്ധ നാട്ടിലെ ജനങ്ങളെ തനിച്ചാക്കാതെ പ്രാർത്ഥനയും സമ്പൂർണമായ സഹായവും വഴി അവരുടെ ചാരത്തായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. വിശുദ്ധ നാട്ടിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വേദനയുടെയും വിലാപത്തിൻ്റെയും തിരുപ്പിറവി തിരുനാൾ ആയിരിക്കും ഇതെന്ന് പറഞ്ഞ പാപ്പ അവരെ തനിച്ചാക്കാൻ നാം ആഗ്രഹിക്കുന്നില്ലെന്നും പ്രാർത്ഥനയും സഹായവും വഴി നമുക്കവരുടെ ചാരത്തായിരിക്കാമെന്നും പാപ്പ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന പതിയുന്നത് ബധിരമായ കാതുകളിലാണെന്ന് ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിലെ വൈദികനായ ഫാദർ റൊമാനെല്ലി. യുദ്ധത്തിനിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ക്രൈസ്തവരടങ്ങുന്ന സമൂഹം അനുഭവിക്കുന്ന കഷ്ടതകൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം ഓരോ മിനിറ്റും കഴിയും തോറും കൂടുതൽ മരണങ്ങൾക്കും പരിക്കുകൾക്കും ചികിത്സ ലഭിക്കാതെ ആളുകൾ മരിക്കുന്നതിനും കാരണമായി മാറുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യാനികൾ സംഘർഷഭരിതമായ വികാരങ്ങളോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നും നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ തുടർന്ന് സർക്കാരിനോട് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കെനിയയിലെ ക്രൈസ്തവ വിശ്വാസികൾ കഴിഞ്ഞ ദിനങ്ങളിലായി ലാമു വെസ്റ്റ് സബ് കൗണ്ടിയിൽ അൽഷബാബ് തീവ്രവാദികൾ എന്ന് കരുതപ്പെടുന്ന അക്രമകാരികൾ നടത്തിയ രക്തച്ചൊരിച്ചിലിൽ ഒരാൾ കൊല്ലപ്പെടുകയും 9ഓളം ഭവനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ സുരക്ഷ ശക്തമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തങ്ങൾ അന്വേഷണം നടത്തുകയാണെന്നും സമൂഹത്തിന് സംരക്ഷണം നൽകുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആശങ്ക ശക്തമാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.